ഇതിങ്ങനെ തിരിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോലീസിന് വേണ്ടി ഒരു കള്ളന് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം അത്രേ കരുതിയുള്ളൂ. അതുകൊണ്ടൊരു പാവം എസ്ഐയുടെ പണി വെള്ളത്തിലായി. പത്രത്തില് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇങ്ങനെ കിടക്കയല്ലേ. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വഴിവിട്ട് സമ്പാദിച്ച ലക്ഷങ്ങൾ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന് മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച എസ്ഐക്ക് സസ്പെൻഷൻ. എഴുന്നേറ്റിരുന്ന് വായിക്കാൻ പറ്റാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന കെങ്ങാരം പോലീസ് തട്ടിപ്പോയെന്നെ. എന്നിട്ട് ഇൻസ്പെക്ടർ അവിടെ? ഇവിടെ അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളല്ലേ. കോടതി പോണം, വാദിക്കണം, ആ പണം സ്വന്തമല്ലെന്ന് തെളിയിക്കണം. പണി കിടക്കണേ ഉള്ളു മോനെ. ഇങ്ങനെ കണക്കിപ്പെടാത്ത പണമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10 കെട്ടി ഞാൻ എടുത്തു മാറ്റിയനെ. നമ്മുടെ കള്ളുകൂടിയിലിടയ്ക്ക് ഒരു സ്മോൾ ക്ലൂ എനിക്ക് തരായിരുന്നില്ലേ കള്ള. ഇനി ആണ്ടവൻ ഈ വീടിന് മുകളിലാണ് താമസമൊന്നും കൂടെ അറിയണം. സസ്പെൻഷൻ ഡിസ്മിസിലാവും. അതിനു മുമ്പ് എന്നെ കൂടെ ഒന്ന് മോട്ടിക്കാൻ പഠിപ്പിക്കണേ എന്റെ ആണ്ടവാ. വല്ല ഓസിനുള്ളിലൂടെ ഇറങ്ങാനോ മറ്റോ. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അത് സാരമില്ല, അപസ്മാരം ഇടയ്ക്ക് വരണതാ. ഞാൻ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ഗംഗാധരന്റെ മകളാ. ഓ, ഇൻസ്പെക്ടർ. അച്ഛനിപ്പോ ഈസ് ക്വൈറ്റ് നോർമൽ നൗ. ഫിക്സിന്റെ കൂടുതൽ ചെറിയൊരു അറ്റാക്കും ഏതാനും സമയത്ത് കൊണ്ടുവന്ന് നന്നായി. ഇവിടേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്ന ആൾ നിങ്ങളുടെ ബ്രദർ ആണോ? കൊണ്ടുവന്നത് നോട്ട് ദാറ്റ് ഗൈ. കുറച്ചുകൂടി തടിച്ച്. ഉടനെ കുറച്ച് മരുന്ന് എത്തിക്കാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവരുമ്പോ അകത്ത് കൊടുത്തോളൂ. ഓക്കെ? ചന്ദ്ര, എന്നോട് ചെയ്യരുത്, ഞാൻ പറയാം. നമസ്കാരം. ഇൻസ്പെക്ടർ സാർ ക്ഷമിക്കണം, ഞാൻ പോവാ. സാറിന്റെ മാനം രക്ഷിക്കാൻ പിടി തരണമെന്ന് മോഹമുണ്ട്. പക്ഷെ തറവാട്ടിലെ ഗോതമ്പുണ്ടയും കഴിച്ചു കിടക്കാൻ സമയായിട്ടില്ലേ. കുറച്ച് പണികള് ബാക്കിയുണ്ട്. അത് ചെയ്ത് തീരുമ്പോ സാറിന്റെ പോയ പണി തിരിച്ചു കിട്ടും. പഴയ മുരുവിന് വേണ്ടി ഇത്തിരി കോള ക്ഷമിക്കുക. ഗുഡ് ബൈ ആണ്ടവൻ. പടച്ചോനെ, ഇതാരും വന്നിരിക്കണേ നോക്കിയേ. എല്ലാരും ഇങ്ങോട്ട് വന്നേ. ഒരു വാക്ക് ഞങ്ങളോട് പറയാതെ കാര്യം പറ്റിച്ചല്ലേ. ഒന്നിങ്ങോട്ട് മാറിക്ക, ഞങ്ങളൊന്ന് കാണട്ടെ. നാരായണൻകുട്ടി, ഇനിയിപ്പോ അക്കരെ അക്കരെ ആശ തീർക്കേണ്ട കാര്യമില്ലല്ലോ. ആ കടയും വീടും ഒന്നാക്കിട്ട് ഇവിടെ അങ്ങോട്ട് കൂടിക്കോ. നന്നായി സർ. ആ പോലീസുകാർ പെണ്ണുങ്ങോട് വരണ്ടിട്ടാ. നീ അപ്പുറത്തേക്ക് പേടിക്കണ്ട. സസ്പെൻഷനിലിരിക്കുന്ന പോലീസ് ഓഫീസർക്ക് റെയ്ഡ് ചെയ്യാനുള്ള അധികാരം ഒന്നുമില്ല. പിന്നെന്താണാവോ, ഇവിടെ നല്ലൊരു ചടങ്ങ് നടക്കുന്ന സമയോ. ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങളാരും ആണ്ടവനെ കാണിച്ചു തരില്ലെന്ന് എനിക്കറിയാം. ഇത്രയും കാലം എന്നെയും കുടുംബത്തെയും പറ്റിച്ച് എന്റെ വീട്ടിൽ കഴിഞ്ഞപ്പോഴും എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാ നിങ്ങളുടെ ആണ്ടവൻ. പക്ഷെ അവസാനം എന്റെ അച്ഛനെ രക്ഷിക്കാനും ആള് തന്നെ വേണ്ടി വന്നു. അതിനൊരു താങ്ക്സ് പറയാൻ വന്നതാ. വരുമ്പോ അറിയിച്ചാ മതി. എന്ന് പോട്ടെ. അതെന്ത് പോക്കാണ്? തല്ലാനും കൊല്ലാനും തെരുവിളിക്കാനല്ലാതെ പോലീസുകാരും ചെയ്തിട്ട് വരാറില്ല. ആദ്യമായിട്ട് ഒരാൾ സ്നേഹം പറയാൻ വന്നത്. അപ്പൊ വെറുതെ തിരിച്ചു പോയതാ. നാളെ എന്റെ പെങ്ങളുടെ നിക്കാഹാണ്. അപ്പൊ ഇത്തിരി നെയ്ച്ചോറ് കഴിച്ചിട്ട് പോയാ മതി. ഓ, ഒന്നും പറയണ്ട. അടുത്ത മന്ദിരിലിരിക്കാം. അതുപോലെ സാറ് അവിടെ ഇരുന്നാട്ടെ.
ശരി. എന്താ പാട്ടും കൂത്തൊക്കെ അവസാനിപ്പിച്ച സാറിപ്പം നമ്മുടെ ആളാ. എന്തിനാ നിർത്തിക്കളഞ്ഞത്? രാത്രി 10 മണി കഴിഞ്ഞ് മൈക്ക് സെറ്റ് വെച്ച് കൂത്താടാൻ നിനക്ക് മാത്രം പ്രത്യേക ലൈസൻസ് ഉണ്ടോ? സാറ് ഒരു കല്യാണ വീടാവുമ്പോ പാട്ടും കൂത്തും ബഹളമൊക്കെ ഉണ്ടാവും. ന്യായം പറയുന്നതാ കഴിവറ മോനെ, നിന്റെ കൂടെ. സർ പ്ലീസ്, സൗണ്ട് പൊല്യൂഷന്റെ പേര് കുഴപ്പം വേണ്ട, ഇനി ഉണ്ടാവില്ല. ഓഹോ, അവധി ഇവിടെ ഉണ്ടായിരുന്നോ? കൊള്ളാം. പകല് മുഴുവൻ പോലീസ് പണി, രാത്രി കണ്ട തെരുവുതന്റെകൾക്കൊപ്പം കൂത്താട്ടം. മതി, നിന്റെ സസ്പെൻഷൻ ഡിസ്മിസിലാക്കാൻ ഇതൊക്കെ എനിക്ക് ധാരാളം മതി. കൗണ്ട് ഡൗൺ തുടങ്ങിക്കോ നീ. എന്തത് കറിക്കരിയ ജോറായിണ്ട് മോനെ. എന്തൊരു സുഖം, എന്തൊരു സുഖം. അനങ്ങാണ്ടിക്ക് വയസ്സാങ്കാലത്ത് വേണ്ടത്ര പേശിബലം പോരെന്ന് തോന്നിയപ്പോ അവനവന് തീരുമാനം മറ്റുള്ളവരെ തിരുമിക്കാനും വേണ്ടി നിന്റെ തണ്ടപ്പടി കെട്ടിപ്പോക്കി ഈ സ്ഥാപനത്തില്. നേരം കെട്ട നേരത്ത് നീ നടത്തുന്ന ഈ പരിപാടി കൊള്ളാം. ഈ പെമ്പിള്ളേരെല്ലാരും കൂടി അമർത്തി തിരുമ്പി ഉടച്ചു വെച്ചിരിക്കുന്ന നിന്റെ മസില് മുഴുവനെ കൂടുതൽ ഇളക്കി വേദനിപ്പിക്കല്ലേ. നിങ്ങളൊന്ന് മാറിയിരുന്ന പെങ്ങന്മാരെ, ഇവരൊന്ന് ഫ്രീ ആയിക്കോട്ടെ. നീ ആ ചേരിയിൽ വന്നിട്ട് എന്തിട്ടാ പറഞ്ഞ മോനെ? 10 മണിക്ക് ശേഷം മൈക്ക് സെറ്റ് പാടില്ല. അർദ്ധരാത്രി കഴിഞ്ഞാൽ നിനക്ക് ഇവിടെ വന്ന് ഞെക്കി കളിക്കാം. അതിന് നിയമ തടസ്സമില്ല അല്ലേ? അതേടാ, എനിക്കൊരു നിയമത്തിന്റെ തടസ്സമില്ല. അധികം തണ്ട് വേണ്ട, അടിച്ച് നിന്നെ തൊണ്ടലോടിക്കും ഞാൻ. സ്വന്തം ഡ്യൂട്ടി നന്നായി ചെയ്തൊരു പാവ പെൺകുട്ടിയുടെ ജോലി നീ കളഞ്ഞു. മര്യാദ വേണ്ട എന്റെ സദാശിവ, നിന്നെ ഒരു അമ്മ പറ്റതല്ലേ, അല്ലാതെ പണിക്കരെ രോമത്തിന്ന് ക്ലോണിങ് നടത്തിയിട്ടുണ്ടായതല്ലോ. എടാ നായിന്റെ മോനെ, ഞാനും നീയും കൂടി നടത്തുന്ന ഈ നായകനും വില്ലനും കളിയുണ്ടല്ലോ, ഇനി അധികം നേരം ഇല്ല. ഇവിടുന്ന് അങ്ങോട്ട് തൃശ്ശൂപൂരം മേടിക്കട്ടെ കൂട്ടപ്പുറച്ചില് പൊട്ടണ പോലെ പൊട്ടിയില്ലെങ്കിലേ കണ്ടിരിക്കുന്നവർക്ക് ഒരു രോമാഞ്ചം ഉണ്ടാവില്ല. മുരുകൻ ഇടിയുടെ ഹരിശ്രീ തുടങ്ങിയതേ നിന്റെ മോന്തക്കിട്ട് പൂശിട്ട് തന്നെയാ. ആണ്ടവന്റെ ഭാഷ പറഞ്ഞ കൊണ്ടോറത്തല്ലിന്റെ ഇടിശ്രീ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തുടങ്ങാൻ പോവാ. ഇതിനെ തിരുമ്പടി. ഇത് താണ്ട പോലീസ്. ആണ്ടവാ, ഇനി കക്കുമ്പോ നീ വണ്ടിക്കൊരു മോട്ടോർ വെച്ചതാ. നിന്നെയും വെച്ച് തള്ളി തള്ളി വയ്യാണ്ടായി. പതുക്കെ പറ പന്നി. ദേ വല്ല പശുന്നാ പോത്തുന്നോ വിളിച്ചോ, പന്നി നമുക്ക് ഹറാമാ. വെറുതെ മതവികാരം പിടിച്ച് കുലുക്കല്ലേ. ആണ്ടവോ, എന്തടാ ഈ സർക്കാരും ജീവിതക്കെന്താ വിലാസിന്റെ വിത്തിക്കാര്യം? കച്ചവടം ഹോൾസെയിൽ ആക്കിയിട്ടുണ്ടാവും അല്ലേ? ആ മായൻകുട്ടിയെ, എന്തേ ഈ പണിക്കരി സാറ് നമ്മുടെ എഞ്ചിനീയറിനെ ഇത്രയും സൽക്കരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാതിരിക്കോ? ഇല്ല. അന്നാ വണ്ടി വിടുമായില്ലേ? എവിടെ ആണ്ടവൻ? അറിയില്ല സാറേ, അറിയില്ല. വണ്ടിയിൽ ഇത് ഉന്തി നടന്നു നിനക്ക് അറിയില്ലേ? അറിയില്ല സാറേ. ചവിട്ടി പൊളിക്കാൻ വണ്ടി. അയ്യോ, അതൊരു കഞ്ഞിയാണ് സാർ. എന്തിനാണ് പനി? നിനക്ക് സർക്കാർ ചെലവിൽ ചോറ് തന്നെ തരാം. സാറേ ഇതിനകത്ത് ആരില്ല. പറയടാ, എവിടെ ആണ്ടവൻ? അറിയില്ല സാറേ, അറിയില്ല.